എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൗർണമിയാണ്. അപ്പോൾ പൗർണമിയാണ് ആയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വെറുതെ വിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഇതിലെൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ചെറിയൊരു ഫീസ് ഉണ്ട് പേഴ്സണൽ റീഡിങ്ങിന്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വ്യൂവേഴ്സിന് പൗർണമിയായിട്ട് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ്. കാർഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ, അതുകൊണ്ട് കുറച്ച് പേർക്ക് കുറച്ച് മോശമുണ്ട്, പിന്നെ കുറേ നല്ല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് ആഘോഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഒരു വിവാഹത്തിൻ്റെ ആഘോഷ, എന്തെങ്കിലും സന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുക ലൈഫിൽ. അല്ലെങ്കിൽ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് അങ്ങനെ സന്തോഷം ഉണ്ടാവുക. ഇപ്പം നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് മിണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നതാണ് കേട്ടോ കുറേ പേർക്ക് പറയുന്നത്. പിന്നെ എന്താ, നിങ്ങളുടെ ടൈം ചേഞ്ച് ആവാൻ പോകണമെന്നാണ് പറയണത്. ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു ചേഞ്ചാണ് ഇനി ആവാൻ പോണത് കേട്ടോ. ഇനി ഭാഗ്യമൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോവാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, ആ ദൈവം, ഏത് ദൈവമായിക്കോട്ടെ, ആ ദൈവം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നിങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തരാനായിട്ട്. നിങ്ങൾ ഭൂമി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാവാനായിട്ട് ഒരു സമയമാണ്. പിന്നെ ആണെങ്കിലോ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവും. പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ നല്ല ഡീപ്പ് ലവ് ആണ് ഇനി വരുന്നത്. ഇനി പരസ്പരം പ്യുവറായിട്ടുള്ളൊരു ലവ് ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇനി സമാധാനം, സംതൃപ്തിയൊക്കെ ഇനി ഉണ്ടാവും എന്നാണ് പറയുന്നത്. കുറച്ച് കാലത്തിന് ശേഷം നല്ല സമാധാനമൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾ ചെയ്ത ജോലിക്കൊക്കെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുക. എവിടെന്നെങ്കിലൊക്കെ സമ്മാനങ്ങൾ കിട്ടുക, അതിന് അഭിനന്ദനങ്ങൾ കിട്ടുക. ആരെങ്കിലുമൊക്കെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക,
നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണ് കഠിനാധ്വാനം ചെയ്തത് അതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങളുടെ അടുത്ത് മിണ്ടി വരാനായിട്ടൊരു സാധ്യത. ഇനി എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്, സെലിബ്രേഷൻ വരാൻ പോകുന്നു. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ലെങ്കിൽ ഇനി നല്ല സ്നേഹവും നല്ല സന്തോഷമൊക്കെ ആയിട്ട് വരാനാണ് ഇനി പോകുന്നത്. ലൈഫിലൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. നിങ്ങൾ സോൾമേറ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളാണെങ്കിലോ ഒരു പ്രകൃതിനെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമേക്ക് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കില്ല. പുറമേക്ക് വളരെ സ്നേഹത്തോടെ എല്ലാവരുടെ അടുത്തും വളരെ ഒരു പ്രോബ്ലം ഇല്ലാത്ത പോലെ വളരെ ശാന്തത പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങളെ പുറമേക്ക് നോക്കുമ്പോൾ വളരെ ആദർശവാദിയായ ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് തോന്നുന്നത്. മറ്റുള്ളവർ കാണുമ്പോൾ തോന്നും ഇത്തിരി ഗൗരവമൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് തോന്നും പെട്ടെന്ന് കാണുമ്പോൾ. ചിലവർക്ക് നിങ്ങളുടെ ഇപ്പൊ ഒരു ഇത് കാണുന്നവർക്ക് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവര് നിങ്ങളുടെ അടുത്തില്ല, അങ്ങനെ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഹസ്ബൻഡ് വൈഫ് അവരിങ്ങനെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പൊ വിദേശത്താവേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ദൂരെയാവേ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അങ്ങനെ ഒരുമിച്ച് കപ്പിൾസ് അടുത്തില്ലാത്തവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്താണ് ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. നിങ്ങൾ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വളരെ സമർത്ഥമായ ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല പക്വത, നല്ല മെച്യൂരിറ്റി ഉണ്ട്. പണമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ ബിസിനസ്സിലും എന്ത് ചെയ്യാനൊക്കെ നല്ല അറിവുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഉത്തരവാദിത്തോടെ നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് ഏറ്റെടുത്താലും നിങ്ങൾക്ക് അതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയുന്നത്. ഇനി സമൃദ്ധി, എല്ലാ സമ്പത്തും സുരക്ഷിതത്വം എല്ലാം നിങ്ങളിലേക്ക് വരാണ്. വളരെ ശുദ്ധ മനസ്സുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങളെ നല്ല കുടുംബവും നല്ല രീതിയിലെല്ലാം കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ കുറച്ച് പേർക്ക് മാത്രമേ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൂ. ഒട്ടുമിക്കവർക്കും വളരെ നല്ലൊരു നല്ലതാണ് വരുന്നിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനൊക്കെ, എന്തെങ്കിലും ബിസിനസ്സോ വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാനായിട്ടൊക്കെ കുറച്ച് പേർക്ക് ഒരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിലൊക്കെ ഫലം കിട്ടും എന്നാണ് പറയുന്നത്. വളരെ നിങ്ങൾ ഫലം കിട്ടുന്നത് ദീർഘകാലത്തേക്കായിരിക്കും. നിങ്ങൾ ഇനിയിപ്പോൾ പോകുന്നത് ശരിയായ പാതയിലൂടെ തന്നെയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ലവ് റീഡിങ്ങിൽ ഇപ്പൊ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ, ഇല്ലാത്തവര് കാണുന്നുണ്ടെങ്കിൽ അത് സാരമില്ല, അത് ഉള്ളവർക്ക് വേണ്ടിയാണ്. ഇത് ഒരുപാട് പേര് കാണുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പോയിക്കോട്ടെ, അതങ്ങ് വേണ്ടാന്ന് വെച്ചാൽ മതി, കേട്ടില്ല വെച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മാരേജിന് സമയമായി എന്നാണ് പറയണത്. പിന്നെ കുറച്ച് പേർക്ക് മാത്രം വളരെ കുറച്ചൊരു പ്രയാസങ്ങളുണ്ട്. ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥയെ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേര്. കുറെ പേര് കാണുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്. ഒരു മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ, ഒരു സമാധാനം കിട്ടണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്പിരിച്വലായിട്ടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്.
ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ഒന്ന് മാറി ഒക്കെ നിൽക്കുക. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും അങ്ങനെയൊക്കെ വരും. ലൈഫിൽ ആകെ ഒരു മാറ്റം ഉണ്ടാകാത്ത ഒരു അവസ്ഥ, ആകെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയെ കൂടെ ഇപ്പൊ പോകുന്നു. പിന്നെയാണെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളാരെങ്കിലുമായിട്ട് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളെ, ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തികളായിരിക്കാം, ഇപ്പൊ ആരായിട്ടാണെങ്കിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ചില സംഘടനകളൊക്കെ ഉണ്ടാവുക. പിന്നെന്താണ്, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ചേരാനൊക്കെ, എന്തെങ്കിലും കോഴ്സ് ചേരൽ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആരംഭിക്കാനായിട്ടൊരു സാധ്യത, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു ബന്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാവുക, അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധം തന്നെ വളരെ നല്ല രീതിയിൽ വീണ്ടും വരാം. ഇനി നല്ല സ്നേഹവും നല്ല അടുപ്പമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഒരു നല്ലൊരു മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇത് പിന്നെ സോഴ്സ് ഉണ്ട് വെച്ചാൽ സോഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് കുറച്ചൊരു റെസ്റ്റ് ആവശ്യമാണെന്നാണ് പറയുന്നത്. ഏകാന്തതയാണ് ആവശ്യം. നിങ്ങൾ തനിച്ചിരുന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കുറെ കഷ്ടങ്ങളും ദുരിതങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നല്ലത് വരാൻ പോകണം. അപ്പൊ അതിനിടയിലുള്ള ഒരു ഇടവേളയാണ് ഇപ്പൊ. ഇനി ഒരുപാട് ഭയമുണ്ട്, സമ്മർദ്ദമുണ്ട്, മനസ്സിനൊക്കെ ഒരുപാട് ഭാരമാണ് നിങ്ങൾ അനുഭവപ്പെടുന്നത്. ചിലർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, അതൊക്കെ ശാന്തി വരാനായിട്ടൊരു സമയമാണ് കേട്ടോ. ചില സമയത്തൊക്കെ നിങ്ങൾ വളരെ മനസ്സ് നിങ്ങളുടെ അസ്വസ്ഥാവുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും നല്ലൊരു മാറ്റത്തിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് കുറെ പ്രയാസങ്ങളുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരു സമയം തന്നെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതില് ഒന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരു റിസ്ക് എടുക്കണം. അതുകൊണ്ടാണ് ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ടിരിക്കുന്നത്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് ഇരിക്കുന്നത്. വളരെ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ചീറ്റിങ് കിട്ടുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചീറ്റിങ് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്യുക. അങ്ങനെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചീറ്റിങ് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരും കേട്ടോ. അത് സൂക്ഷിച്ചാൽ മതി. കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി കുറെ പേർക്ക് വളരെ നല്ല കാർഡുകളാണ്. വളരെ ഒരു 5% ആൾക്കാർക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ആരുടെയും ഒരു ചീറ്റിംഗ് ഒന്നും കിട്ടാതെ സൂക്ഷിക്കുക. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ദുഃഖങ്ങൾ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അത് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്. അപ്പോൾ എന്തെങ്കിലും ദുഃഖങ്ങൾ വരാനായിട്ട് ഒരു ചെറിയൊരു സാധ്യത. ഹാങ്ഡ് മൂൺ കാർഡ് വന്നാൽ അതാണ് അത്. ഓക്കെ, ഇത്രയും പറഞ്ഞ് എൻ്റെ റീഡിങ് നിർത്താണ്. എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത റീഡിങ് വരുന്നവരേക്ക് വീണ്ടും നന്ദി, നമസ്കാരം. അപ്പം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും. എല്ലാവരും നന്ദി, നമസ്കാരം.